ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ദീപ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ നട്ടു വളർത്തിയ കുറച്ച് ഔഷധ സസ്യങ്ങളുമായിട്ടാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആടലോടകം എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ വേരും ഇലയും ഒരേപോലെ ആരോഗ്യപ്രദമാണ്. കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ചുമയ്ക്കും ആസ്മ, വലിയ പോലുള്ള രോഗങ്ങൾക്കെല്ലാം പ്രതിവിധിയായിട്ടൊരു ഔഷധമായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കുന്നതാണ്. വീട്ടിൽ ഞങ്ങൾ സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത്, നമ്മൾ പനിയൊക്കെ വരുമ്പോൾ കാപ്പി ഇടുമ്പോൾ ഇതിനകത്ത് ഇല വെച്ചിടാറുണ്ട്. പിന്നെ കഫക്കെട്ടൊക്കെ വരുമ്പോൾ ഈ ഇല വാട്ടിപ്പിഴിഞ്ഞ് പനങ്കൽക്കണ്ടമായിട്ട് ചേർത്ത് കഴിച്ചാൽ, കുട്ടികൾക്ക് കൊടുത്താൽ കഫമൊക്കെ ഒരുപാട് നല്ല രീതിയിൽ പോകുമെന്ന് നമ്മൾ അനുഭവത്തിലൂടെ തെളിഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു മരത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ മരമാണ് പൂമരുത്. നമ്മുടെ റോഡ് സൈഡിലെ ൊക്കെ തണൽ മരമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു മരമാണിത്. ഇതിനൊരു ഔഷധ ഗുണമുണ്ട്. ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുക മാത്രമല്ല, നമ്മൾ പല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഷുഗർ ഒരുപാട് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളിതിൻ്റെ ഇല വിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൽ ഷുഗറിനെ എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ ഔഷധ സസ്യമാണ് കരിനച്ചി. നാട്ടിൻപുറത്തൊക്കെ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഔഷധ സസ്യമായിരുന്നു. ഇപ്പോൾ ഇതിനെ കാണാനില്ല. നമ്മൾ സന്ധിവേദനകൾക്കൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ഇതുകൂടാതെ ഇവിടെ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പനിക്കൊക്കെ കാപ്പി ഇടാൻ വേണ്ടി ഇതിൻ്റെ ഇല വെച്ച് നമ്മൾ കരിപ്പൊട്ടി കാപ്പി ഇടുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അയൽ വീടുകളിലുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് ഈ ഇലകളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതിന് ഔഷധ ഗുണമുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പാണ്. ഇതാണ് നീലയമരി. എല്ലാവർക്കും പരിചിതം ഉണ്ടായിരിക്കും. നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടി വിപണിയിൽ ഒരുപാട് ലഭ്യമാണ് നീലയമരിയുടെ പൊടി. ഇതാണ് ദന്തപ്പാല. നമ്മളിത് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും ഇതിട്ട് എണ്ണ കാച്ചി ചർമ്മരോഗങ്ങൾക്കും അതേപോലെ താരന്, അതേപോലെ മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദന്തപ്പാല. ഇതാണ് പനിക്കൂർക്ക. കൊച്ചു കുട്ടികൾക്കൊക്കെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മളിതിൻ്റെ നീര് പിഴിഞ്ഞ് മധുരവും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പനി അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ഒരു ഉത്തമമായ ഔഷധമാണ് പനിക്കൂർക്ക. ഇതാണ് നോനി. നോനിയെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ വിപണിയിൽ ഒരുപാട് ജ്യൂസുകൾ ലഭ്യമാണ്. സർവ്വരോഗ സംഹാരി എന്നറിയപ്പെടുന്ന നോനി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള കുറച്ച് ഔഷധ സസ്യങ്ങളുമായിട്ടായിരുന്നു. ഈ ഔഷധ സസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.